എത്തി. ആ അങ്ങനെ കയറ്റി നിർത്തടാ. ആ നിർത്ത്. ബ്രേക്കാ ചവിട്ടറാ. ബ്രേക്കോ വഞ്ചിക്കോ? അടുപ്പിച്ചോ കയറ്റി നിർത്ത്. മുമ്പോട്ട് സൂക്ഷിച്ചിറങ്ങ. കേട്ടി നിർത്ത്. പോട്ടെ കുറച്ചു പോട്ട്. ആ നിർത്ത്. ഞാൻ ഇറങ്ങാം. പാപ്പച്ചായ വലിച്ചു കേറ്റ്. നീ പുറകെ പോയി തല വന്ന് പിടിക്കണേ. പിടിക്ക്. ആരും ആക്രാന്തം കാണിക്കേണ്ട ആവശ്യത്തിന് മീനുണ്ട്. അപ്പുറത്ത് പോടാ. തള്ളിക്കോ. ബോസ് കണ്ണ വെറും വഴിക്ക് ബലം പിടിക്കല്ലേ. പറഞ്ഞേ. ഓടിവാ പച്ചക്കൂട്ടാ, നീ എന്തായി കാണിക്കുന്നത്? തള്ള. പിടിച്ചോ. ആര് ഈ കടലിൽ ഇത്രയും സർഫ് കളിക്കിയത്? എന്തേ തിരുമാലയൊക്കെ പതഞ്ഞു പോകണ്ടില്ല. ഒറ്റ ഞൊട്ട് വെച്ചാൽ ബോസ് കണ്ണ നമ്മൾ എന്തിനാ ഈ കടലിൽ ഡെയിലി പോയി കഷ്ടപ്പെടുന്നത്? നിർത്തി. ഇനി മുതൽ 1-ാം തീയതി മാത്രമേ നമ്മൾ കടലിൽ പോകുന്നു. അതെന്താ? എടാ 1-ാം തീയതി ഇവിടെ ബാറും ബീറും ഒന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? കടലിൽ പോയി റെസ്റ്റ് എടുക്കാം. അണ്ണാ കൊഞ്ച് ചക്കരപ്പൊന്നു പഞ്ചാരമുത്തെ അപ്പച്ചക്കുട്ട മതിയോ കൊഞ്ചി. അതല്ലെന്ന് കുറച്ച് കൊഞ്ച് കിട്ടിയിരുന്നെങ്കിൽ മുതലാടെ മുമ്പ് പോയിട്ട് നെഞ്ചു പിടിച്ച് നിൽക്കാറില്ലല്ലോ. കാണുമ്പോ തന്നെ മുതലാളി സന്തോഷം കൊണ്ട് തുള്ളി ചാടില്ലേ? അതെയോ? പിന്നെ അണ്ണാ മരിക്കാണ് ഈ കടലിൽ കിടന്ന് മരിക്കാം. എന്താ വെള്ളം കുടിച്ച് മരിക്കാലോ? നാട്ടുകാർ പറഞ്ഞുകൊണ്ട് നടക്കില്ല അവൻ വെള്ളം കിട്ടാതെ ചത്തിയത്. ചാള എടുത്ത് അടിക്കും ഞാൻ. വന്നേ ഇങ്ങോട്ട്. വാ. കണ്ടോ മുതലാളി ഞങ്ങളുടെ ക്യാച്ച്? ചത്തിട്ടും പെടക്കണ്ട. പോലെ മുതലാളിയുടെ മുഖത്ത് സന്തോഷം ഉരുണ്ടു കൊടുത്ത് കണ്ടോ? ശരിയാ മുഴുവൻ തലച്ചാളയാ. പട്ടിക്ക് പോലും വേണ്ടാത്ത മീനും കൊണ്ട് വന്നിരിക്കുന്നു നാറികള്. ഇതിനാണോ ഇത്രയും കാശും ചെലവാക്കി നീയൊക്കെ കടലിൽ പോയത്? കടലിൽ കിടക്കുന്ന മീനല്ല മുതലാളി. ഞങ്ങൾ ഷൂൾ അടിച്ചാൽ കൂടെ വരില്ലല്ലോ. വലയിൽ കൊടുക്കുന്നല്ല കൊണ്ടുവരാൻ പറ്റുള്ളൂ. നിറയെ മീനുള്ളടത്ത് വലയിടണം. അതാണ് ആരെ എന്റെ മിടുക്ക്. ശപ്പന്മാര്. മുതലാളി ചപ്പന്മാരോ? അതാരാ ബോസ് കണ്ണ? മുതലാളിയുടെ ഏതെങ്കിലും ബന്ധുക്കളായിരിക്കും. ഇനി ആരായാലും നമുക്ക് എന്താ, നമുക്ക് തല്ലി കിട്ടിയാ മതി. ഇത് തലച്ചാളയല്ല, അടിച്ചാളയാ. പിടിച്ചാള.